ഹായ് നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പഴശ്ശി അണക്കെട്ടിനോട് അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് പഴശ്ശി അണക്കെട്ടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം എൻ്റെ ജീവിതത്തിലേക്കൂടി. അപ്പം നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ. കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ഒരു സംഭവമുണ്ട് കേട്ടോ. ഈ സംഭവം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സംഭവം ഞെട്ടിക്കുന്നതാണ്, അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ. ഞാൻ വീഡിയോ എടുക്കുന്നത് ആൾക്കാരെ നോക്കുന്നു എന്താണെന്നറിയാം. അപ്പം നല്ല ശാന്തസുന്ദരമായ പ്രദേശമാണ് കേട്ടോ. ഈ വണ്ടി പോകുന്നതും റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പോയരും അണക്കെട്ടിൽ കണ്ട കാഴ്ചകളാണ്, ഞെട്ടിക്കുന്നതാണ്. അത് നിങ്ങൾ കണ്ടേ പറ്റൂ. വീഡിയോ മുഴുവനായിട്ട് കാണണം. ഈ റോഡ് ഇങ്ങനെ വന്ന് ഇതിലേ കൂടി ഇറങ്ങി താഴെ അങ്ങനെ പോകണം. ഇതാ കണ്ട വാഹനങ്ങൾ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. കണ്ടോ? താണ് പോയി. എങ്ങനെയുണ്ട്? അപ്പോൾ അതാണ് യാത്ര. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒന്നും കൂടി പറയാം. അണക്കെട്ടിൻ്റെ അവസ്ഥ അടിപൊളിയാണ്, പക്ഷേ അവിടെ കണ്ടത് ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പം നിങ്ങളെല്ലാവരും അണക്കെട്ടിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പഴശ്ശി ഡാം ലക്ഷ്യമാക്കി നീങ്ങി. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കേട്ടോ. എന്താ പറയേണ്ടതെന്നറിയില്ല. കേരളത്തിൻ്റെ ആ മനോഹാരിത, ആ പച്ചപ്പ് നിറഞ്ഞ് കാണുമ്പോൾ മനസ്സിനേറെ സന്തോഷമായി. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ, നല്ലൊരു കവാടം ഈ കാട്ടിനുള്ളിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി എടുത്തിറങ്ങി നല്ല ശാന്ത സുന്ദരമായ പ്രദേശത്തോടു കൂടിയാണ് നടക്കുന്നത്. അങ്ങനെ നടന്നിട്ടില്ല, വണ്ടിയില്ല. ഇത് ഉരുളം കല്ലാണ്. അത് എന്താ സൈഡിൽ വെച്ചാന്നറിയില്ല. പാറ പൊട്ടിയിട്ട് തെറിച്ച് വീണ് അത് പിന്നെ അടുക്കി കൂട്ടി വെച്ചതെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. പാർക്കിൻ്റെ കവാടമാണ്. ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇതുപോലെയുള്ള തൂക്കുപാലം പോലത്തെ, പക്ഷേ തൂക്കുപാലല്ല, ഇരുമ്പിൻ്റെയാണ്. അതിൻ്റെ മോഡലാക്കിയതാണ്. അപ്പോൾ ചെറിയ പുഴ പോലത്തെ കായൽ എന്താ പറയുക, അങ്ങനൊരു സംഭവമുണ്ട്. വെള്ളം അധികമൊന്നുമില്ല, കുറച്ച് വെള്ളം. പക്ഷെ മഴക്കാലത്ത് കാണാൻ അടിപൊളിയായിരിക്കും. വെള്ളങ്ങൾ നല്ല ശുദ്ധവെള്ളം ആയിരിക്കും. അങ്ങനെ അത് നമ്മൾ കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നല്ല ഭംഗിയാണ്. ഏത് സമയത്തും വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യുക. നല്ല തണലുണ്ടാവും, നല്ല കാറ്റുണ്ടാവും. അങ്ങനെ ഇതാ വീണ്ടും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ ആദ്യം കാണുന്നത് കുട്ടികളുടെ പാർക്കാണ്. നമ്മൾ വന്നത് രാവിലെയാണ്. അപ്പോൾ രാവിലെ പാർക്കിലൊന്നും ആൾക്കാരുണ്ടാവില്ലല്ലോ, എന്നാലും അത്യാവശ്യം ഒറ്റ ആൾക്കാരുണ്ടായിരുന്നു. ഇതാ ഐ ലവ് പഴശ്ശി ഡാം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുണ്ട്. കുട്ടികളുടെ പാർക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. എല്ലായിടത്തും പോലെ സാധാരണ. ഈ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അണക്കെട്ടിൻ്റെ കനാൽ വഴികളുള്ളത്. അപ്പോൾ കനാലിൽ അതിൻ്റെ അകത്ത് വെള്ളവും കാര്യമൊക്കെ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പഴശ്ശി ഡാമിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഈ പഴശ്ശി ഡാമിൻ്റെ പാർക്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് മുഴുവനായിട്ടും കാണുക, കാണാതിരിക്കരുത്. ഓക്കെ. ഈ മാവിൽ കണ്ടോ, മാങ്ങയാണ്, നല്ല അടിപൊളി മാങ്ങയാണ്. മാങ്ങ അതിനുശേഷം നമ്മൾ വലതുവശത്ത് തിരിയുമ്പോൾ ഇവിടെ സ്റ്റേജാണിത് പാർക്കിലുള്ള. അതുപോലെ തന്നെ ഇവിടെ ഗ്യാലറി ഉണ്ട്. എന്തെങ്കിലും പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സുഖമായിട്ട് ഇരുന്ന് ആ സ്റ്റേജ് പരിപാടികൾ കാണാൻ ആസ്വദിക്കാനുള്ള വേദിയാണിത് കേട്ടോ. നല്ലൊരു സായം തന്നെ അടിച്ചു പൊളിക്കാൻ പറ്റിയ
അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുട്ടികളുടെ പാർക്കില്ലേ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോകുമ്പോൾ ചെറിയൊരു തോട്, ചെറിയൊരു പാലം, എന്ത് മനോഹരമാണെന്നറിയാം കാണാൻ. നല്ല മനസ്സിന് നല്ല ശാന്തത കിട്ടാൻ പറ്റിയ ഒരിടാണ്. നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കണ്ട ചെറിയൊരു അരുവി പോലെ ചെറിയ തോട്, അതിന് കുറുകെ ഒരു ചെറിയ പാലം. ആ പാലം കടന്നിട്ടാകുമ്പം നമ്മൾ വീണ്ടും കുട്ടികളെ പാലം എന്ന് പറയുമ്പം ഇരുമ്പിൻ്റെ ചെറിയ ചെറിയ നെറ്റ് പാലം, പേടിക്കാനൊന്നുമില്ല, സുഖമായിട്ട് കടക്കാം. അല്ല മറ്റൊരു തോട്, ചെറിയൊരു തോട്, ഇതെല്ലാം പഴശ്ശി ഡാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അങ്ങനെ നമ്മൾ അത് ആസ്വദിച്ച് നമ്മൾ കടന്നിരിക്കുകയാണ് പാർക്കിലേക്ക്. കുട്ടികളുടെ പാർക്കിൽ കണ്ടോ ഓരോരോ ഐറ്റംസ് കണ്ടോ അവിടെ വെച്ചിട്ട്, അതാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ പാർക്ക് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നടന്ന് ചുറ്റും മാവിൻ ചോട്ടുകൾ ചുറ്റുപാടും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നോക്കി നടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ എന്തൊരു മനോഹരമാണ്. ഒരു പൂച്ചക്കുട്ടി ഇവിടെ, പൂച്ചക്കുട്ടിയല്ല, പൂച്ച, വലിയ പൂച്ച, അതിങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കിടക്കുകയാണ്. വിളിച്ചിട്ടൊന്നും എണീക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, പാപ അത് കിടന്നോട്ടെ അല്ലേ, അങ്ങനെ കിടന്നോട്ടെ. അത് നോക്കുന്നുണ്ട്, പക്ഷെ എണീക്കുന്നില്ല. കാരണം തളർന്ന് കിടക്കുന്നതായിരിക്കും, ഉറക്കമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ അതിന് നമ്മൾ തലോടി മുന്നോട്ട് നടക്കുമ്പോൾ അത് തൊട്ടിലില്ലേ, തൊട്ടിൽ ആൾക്കാരില്ലാത്തത് കൊണ്ട് അതിങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. ആൾക്കാർ വരും. ഇപ്പം നമ്മൾ രാവിലെ പോയത് കൊണ്ടാണ് ആളില്ലാത്തത്. അതുമെല്ലാം കണ്ടിട്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് മരത്തിൻ്റെ ഇടയിലേക്കൂടി മുന്നോട്ട് നടക്കുകയാണ്. ഓരോ കാഴ്ചകളും കണ്ട് കുടുംബസമേതം വന്ന് ഇവിടെ ആനന്ദിക്കുക പറ്റിയ സ്ഥലമാണ് പഴശ്ശി ഡാമിൻ്റെ പാർക്ക്. പഴശ്ശി ഡാം കുറച്ചപ്പുറം മാറിയിട്ടാണ് ഇത്, അതിന് അനുബന്ധിച്ചുള്ള പാർക്കാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വരാൻ പോകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്, അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ചെറിയൊരു അരുവി കണ്ടോ നിങ്ങൾ, നല്ല അടിപൊളി വെള്ളമാണ്. നോക്കട്ടെ, നല്ല ഇതായിട്ട് ആ ഓൾസിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു പൈപ്പ് ഇട്ടതാണ്, അങ്ങനെ മലമുകളിൽ നിന്ന് അങ്ങനെ വരുന്ന വെള്ളമാണ്. അത് നേരെ ഡാമിലേക്കാണ് തെറിക്കുക. അങ്ങനെ തെറിച്ചിട്ട് വീണ്ടും നമ്മൾ അടുത്ത ആ പാർക്കിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് കണ്ട. ഇത് ബോട്ട് സർവീസിൻ്റെ എത്തുന്നത്, ചെറിയ കുട്ടികളുടെ ബോട്ട് സർവീസല്ല, ഇതാകണ്ട അതിൻ്റെ അതിലേക്ക് കൂടി അങ്ങനെ നിരങ്ങിയിട്ട് വീകലാണ് വെള്ളത്തിൽ. മേലെ കൂടി കയറിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കണ്ട ഇഷ്ടംപോലെ മരങ്ങൾ. എന്തൊരു ഭംഗിയാണെന്നറിയോ. നിങ്ങൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകണം കേട്ടോ. പോകാത്തവരാണെങ്കിൽ ഒന്ന് പോകണം കേട്ടോ. നല്ല മനോഹരമായ ശുദ്ധവായു കിട്ടുന്ന പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ് ഈ പഴശ്ശി ഡാമിൻ്റെ സൈഡിലുള്ള പാർക്കിലുള്ളത്. നോക്കൂ, ഇഷ്ടംപോലെ മരങ്ങൾ കണ്ട. ഈ മരങ്ങൾക്കിടയിലൂടെ ഈ ഒരു കിനാബും കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഗന്ധം വേറെ തന്നെയാണ്. ഈ കാണുന്നത് പഴശ്ശി ഡാമിൻ്റെ കനാലാണ് കേട്ടോ. അവിടെ വെള്ളം ഉണ്ട്, നിറയില്ല. ആ കാണുന്നതാണ് പഴശ്ശി ഡാമും. ഷട്ടർ ചെറിയ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുള്ളൂ, വെള്ളം ചെറുതായിട്ട് പോകുന്നുണ്ട്.